അമിതമായി മദ്യപിച്ചിട്ട് പരസ്ത്രീഗമനം നടത്തുന്നത് അറിയേണ്ടി വന്ന ഒരു ഭാര്യയുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. സാധാരണ ഇത്തരം ഒരു സിറ്റുവേഷനിൽ പിന്നീട് ഒരിക്കലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടപ്പെടില്ല. വിവാഹബന്ധം വരെ വേർപെടുത്തിയെന്നും വരാം. പക്ഷേ നിശബ്ദമായി എല്ലാം സഹിച്ച് ഇപ്പോഴും ഹരിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തയ്യാറായ ഗായത്രിയുടെ മനസ്സിനെ ഐ അപ്രീഷിയേറ്റ്. സ്വന്തം ഭാര്യയോട് സെക്ഷുവൽ റിലേഷൻഷിപ്പിന് വിമുഖത കാണിക്കുക, അന്യ സ്ത്രീയോട് അസാമാന്യമായ ആസക്തി കാണിക്കുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെന്റൽ ഡിസീസ്. ഇൻ മെഡിക്കൽ ടൈം ഇറ്റ് ഈസ് അക്യൂട്ട് മെന്റൽ ഡിപ്രഷൻ വിത്ത് ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ്. എനിക്ക് മിസ്റ്റർ ഹരിശങ്കറിനെ ഒന്ന് നേരിൽ കാണണം. കണ്ടാ മാത്രം പോരാ, ഐ മസ്റ്റ് എക്സാമിൻ. നോ നോ നോ, ബി ബ്രേവ് ഗായത്രി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സർവശക്തനായ ഈശ്വരന് മാറ്റാൻ കഴിയാത്ത അസുഖങ്ങളൊന്നുമില്ല. ട്രസ്റ്റ് ഹിം. ഭൂതകാലത്തിൽ ഹരിയുടെ മനസ്സിനെ സാരമായി ബാധിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടായി കാണും. അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റു വല്ലതുമാവാം. എന്തായാലും ഒന്നോർത്ത് കുട്ടിക്ക് സമാധാനിക്കാം. കുട്ടി ഭയപ്പെട്ടിരുന്ന പോലെ ലൈംഗിക ജഡത്വമൊന്നും ഹരിയെ ബാധിച്ചിട്ടില്ല. നോ നോ നോ. ഈ അവസ്ഥയിൽ ഞാനിത് പറഞ്ഞത് ഒരു ക്രൂരമായ തമാശയായി കുട്ടിക്ക് തോന്നാം. ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ഗായത്രി, ഹസ്ബൻഡിനെ ഇങ്ങോട്ട് വരാൻ പറയൂ. എങ്ങനെ പറയാനാണ് ഡോക്ടർ? എപ്പോഴും എന്നെ കടിച്ചു കയറാൻ വരുന്ന പോലെയാണ് പെരുമാറ്റം. ചിലപ്പോ സംസാരിക്കാൻ പോലും മുഖം തരില്ല. ഞാൻ പറഞ്ഞാൽ അത് ഒരു ചെക്കപ്പിനെന്ന് പറഞ്ഞാൽ ഹരിയേട്ടൻ ഒരിക്കലും വരില്ല. ഗായത്രി പറഞ്ഞാൽ ഹരി അനുസരിക്കില്ലെങ്കിൽ ഹരിയെ അനുസരിപ്പിക്കാൻ കഴിവുള്ള മറ്റാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കണം. അങ്ങനെ ആരെങ്കിലും ഇല്ലാതിരിക്കോ?